ഹലോ ചിൽഡ്രൻ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 11 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ലിവിങ് വേൾഡ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇത് തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് സെക്കൻഡ് പാർട്ടിൽ ദ ലിവിങ് വേൾഡ് ആസ് വെൽ ആസ് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് ഓർഗാനിസം ആണ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സോണമിക്കൽ കാറ്റഗറീസ് ആണ്. ടാക്സോണമിക് കാറ്റഗറീസ്. സോ മൂവിങ് ഓൺ ടു ദ ടോപ്പിക്. Classification is not a single step process but involves hierarchy of steps in which each step represents a rank or a category. Okay, since the category is a part of overall taxonomic arrangement, it is known as taxonomic category, and all categories together constitute the taxonomic hierarchy. Each category referred to as a unit of classification. In fact, it represents a rank and it is commonly known as a taxon. So in this paragraph എന്താ പറയുന്നത് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സ് അല്ല, അതിൽ ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എ ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ്. അതായത് ഒരുപാട് ചെറുത് മുതൽ വലിയ സ്റ്റെപ്സ് വരെ. ഹൈറാർക്കി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗ്രൂപ്പ്. അതായത് ചെറുത് മുതൽ വലുത് വരെ ഉണ്ടാവും ആ കാറ്റഗറീനകത്ത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ഈച്ച് സ്റ്റെപ്പിന്, അതിലെ ഓരോ സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സിൻസ് കാറ്റഗറി ഇസ് എ പാർട്ട് ഓഫ് ഓവറോൾ ടാക്സോണമിക് അറേഞ്ച്മെൻറ്റ്, ഇറ്റ് ഈസ് നോൺ ആസ് ടാക്സോണമിക് കാറ്റഗറി. സോ കാറ്റഗറീസ് എന്നിട്ടാണ് നമുക്കൊരു ഫുൾ ഒരു ടാക്സോണമിക്കൽ ഹൈറാർക്കി കിട്ടുന്നത്. അതിൻ്റെ ഓരോ കാറ്റഗറീനെ നമ്മൾ എന്ത് പറയുന്നു, ടാക്സോണമിക് കാറ്റഗറീസ് എന്നും പറയാറുണ്ട്. All the categories are together known as a taxonomic hierarchy. നമ്മൾ പറഞ്ഞു ഈച്ച് കാറ്റഗറി റെഫർഡ് ടു ആസ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. സോ അതിനകത്ത് നമ്മൾ പറഞ്ഞു ടാക്സോണമിക്കൽ ഹൈറാർക്കിയിൽ ഓരോ യൂണിറ്റിയാണ് എന്ത് പറയുന്നത്, ടാക്സോണമിക് കാറ്റഗറീസ് എന്നും, ആ ടാക്സോണമിക് കാറ്റഗറീസിൻ്റെ ആണ് അതിൻ്റെ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നും. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഒന്നെങ്കിൽ ഒരു റാങ്കോ അല്ലെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ടാക്സോൺ. പ്ലൂറലാണ് ടാക്സ അല്ലെങ്കിൽ ടാക്സോൺ എന്ന് പറയും. Taxonomic categories and hierarchy can be illustrated by an example. അതായത് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. ഇൻസെക്ട്സ് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് കോമൺ ഫീച്ചേഴ്സ്. അതായത് ഇൻസെക്ട്സിൻ്റെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അവർക്ക് ഒരു 3 pairs ഓഫ് ജോയിൻറ്റ് ലെഗ്സ് ഉണ്ടാകും. അപ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ഇൻസെക്ട്സ് ആർ റെക്കഗ്നൈസബിൾ concrete objects which can be classified and thus they can be given into a rank or category. അങ്ങനെ തന്നെ നമുക്ക് ഇൻസെക്റ്റിനെ ഈ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അവർക്ക് ഒരു റാങ്കോ അല്ലെങ്കിൽ കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈച്ച് റാങ്ക് ഓർ ടാക്സോൺ ഇൻ ഫാക്ട് റെപ്രസെൻറ്റ്സ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ദീസ് ടാക്സോണമിക് ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറീസ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ബയോളജിക്കൽ എൻറ്റൈറ്റീസ് ആൻഡ് നോട്ട് മിയർലി മോർഫോളജിക്കൽ അഗ്രിഗേറ്റ്സ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഓരോ റാങ്കിനും അല്ലെങ്കിൽ ഓരോ കാറ്റഗറീനും നമ്മൾ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. സോ ഈ ടാക്സോണമിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ കാറ്റഗറി എന്ന് പറയുന്നത് എല്ലാം ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ എൻറ്റൈറ്റിയാണ്, ബയോളജിക്കൽ ടേംസ് ആണ്. നോട്ട് മിയർലി മോർഫോളജിക്കൽ അഗ്രിഗേറ്റ്സ്. അതായത് മോർഫോളജി അല്ല ഇതിനകത്ത് പറയുന്ന ഓരോ ബയോളജിക്കൽ ടേംസ് ആയിട്ടാണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, taxonomic studies of all known organisms have led to the development of common categories such as kingdom, phylum, division of for plants, class, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷ്യസ്. ഈ ടാക്സോണമിക് സ്റ്റഡീസ് നമ്മൾ ഒരുപാട് ഓർഗാനിസംസിനകത്ത് നടത്തിയതിന് ശേഷമാണ് നമുക്ക് വേറെയും കുറച്ച് കാറ്റഗറീസിന് ഇൻക്ലൂഡ് ചെയ്ത്. അതായത് കിങ്ഡം ഉണ്ട്, ഫൈലം ഉണ്ട്, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. ഫൈലം ഫോർ ആനിമൽസ് ആണ്, ഡിവിഷൻ ഫോർ പ്ലാന്റ്സ് ആണ്. ആൻഡ് ക്ലാസ് ഉണ്ട്, ഓർഡർ ഉണ്ട്, ഫാമിലി ഉണ്ട്, ജീനസ് ഉണ്ട്, സ്പീഷ്യസ് ഉണ്ട്. ഇതാണ് കാറ്റഗറീസ്. ഓൾ organism including those in the plants and animals have species as a lowest category. അപ്പോൾ എല്ലാ പ്ലാന്റ് ആണെങ്കിലും ആനിമൽ ആണെങ്കിലും നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്താൽ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ലോവസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള സ്പീഷീസ് ആണ്. നൗ ദ ക്വസ്റ്റ്യൻ യു മേ ആസ്ക് ഇസ് ഹൗ ടു പ്ലേസ് ആൻ ഓർഗാനിസം ഇൻ വേരിയസ് കാറ്റഗറീസ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഓർഗാനിസംസിനെ വേരിയസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ദ ബേസിക് റിക്വയർമെൻറ്റ് ഇസ് ദ നോളേജ് ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. This helps to understand the identifying the similarities as well as dissimilarities among the individuals of the same kind of organism as well as other kinds of organism. സോ നമ്മൾ ഇത് മെയിൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ്, അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസിമിലർ ആണോ സിമിലർ ആണുള്ള ക്യാരക്ടേഴ്സിനനുസരിച്ച് നമുക്ക് ഓരോന്നിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, നമ്മൾ ടാക്സോണമിക്കൽ കാറ്റഗറീസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, കണ്ടോ. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സ്പീഷ്യസ്, then genus, family, order, then class and phylum and kingdom. സോ ലോവസ്റ്റ് താഴെ നിന്ന് മുകളിലേക്കാണ് പോവുക. സ്പീഷീസ് പറയുമ്പോൾ കുറച്ചുകൂടി സ്മോൾ ഗ്രൂപ്പ്, ജീനസ് പറയുമ്പോൾ കുറച്ച് വലുത്, അങ്ങനെ വലുതായി അവസാനം കിങ്ഡം ആണ് ഏറ്റവും ഹയസ്റ്റ് ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇത് ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഓർത്ത് വയ്ക്കാൻ ഫസ്റ്റ് ടൈം ഇത് പഠിക്കുന്ന ആൾക്കാർക്ക് ഓർത്ത് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ നമുക്കിതൊരു പാട്ട് പോലെ പഠിക്കാം. ഫസ്റ്റ് ഞാൻ മുകളിൽ നിന്ന് താഴേക്കാണ് തുടങ്ങുന്നത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്,
കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ ഒരു പാട്ട് പോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫൈലം എന്ന് പറയുന്നത് ആനിമൽസിൻ്റെ കാറ്റഗറിയാണ്, അതുപോലെ തന്നെ ഡിവിഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ കാറ്റഗറിയാണ്. സോ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ് ഇത് സോങ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എങ്ങനെ ഓരോ കാറ്റഗറീസിലേക്ക് പോകാം. സോ ഫസ്റ്റ് വൺ ഈസ് ദ സ്പീഷ്യസ് ആണ്. Taxonomic studies consider a group of individuals with the fundamental similarities as species. So starting with the species, taxonomical categoriesനകത്ത് ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൽ സിമിലർ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് സ്പീഷ്യസ് എന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണ്, വൺ ഷുഡ് ബി ഏബിൾ ടു ഡിസ്റ്റിങ്വിഷ് വൺ സ്പീഷ്യസ് ഫ്രം ദാറ്റ് ഓഫ് അതർ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷ്യസ് ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റിങ്ക്റ്റ് മോർഫോളജിക്കൽ ഡിഫറൻസസ്. സോ ഇതിനകത്ത് മെയിൻ എന്ന് പറയുന്നത് മോർഫോളജിക്കൽ ഡിഫറൻസസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് മാങ്കിഫെറ ഇൻഡിക്ക, അത് മാംഗോ, സൊളാനം ട്യൂബറോസം പൊട്ടാറ്റോ, ആസ് വെൽ ആസ് പാന്തറ ലിയോ ലയൺ. ഇതിൽ ഓൾ ദി 3 നെയിംസ് ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു സയൻറ്റിഫിക് നെയിമിൻ്റെ സെക്കൻഡ് നെയിം റെപ്രസെൻറ്റ്സ് എ സ്പെസിഫിക് എപ്പിത്തറ്റ് ആസ് വെൽ ആസ് എ സ്പീഷ്യസ്. സോ ഈ 3 കേസിൽ മാങ്കിഫെറ ഇൻഡിക്ക, അതുപോലെ തന്നെ സൊളാനം ട്യൂബറോസം, അതുപോലെ തന്നെ പാന്തറ ലിയോയിലും ഈ സെക്കൻഡ് നെയിം എന്ന് പറയുന്നത് സ്പീഷ്യസ് നെയിമാണ്. ഓൾ ദി 3 നെയിംസ് ദാറ്റ് ഈസ് ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ റെപ്രസെൻറ്റ്സ് എ സ്പെസിഫിക് എപ്പിത്തറ്റ്, while the first word represents the genus level and represents other higher level of taxon. അപ്പോൾ സ്പീഷ്യസ് എന്ന് പറയുമ്പോൾ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ടാക്സോൺ ആണ്. അതിനെ കുറച്ച് ഹയർ ലെവൽ നമ്മൾ പറഞ്ഞു കുറച്ചുകൂടെ വലുതാണ് എന്ത് പറയുന്നത് ജീനസ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത പേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈച്ച് ജീനസ് മേ ഹാവ് വൺ ഓർ മോർ ദാൻ വൺ സ്പെസിഫിക് എപ്പിത്തറ്റ് റെപ്രസെൻറ്റിങ് എ ഡിഫറെൻറ്റ് ഓർഗാനിസം. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഓരോ ജീനസിനും ഒന്നിലധികം കൂടുതലോ എന്തുണ്ടാകും അതിൻ്റെ സ്പെസിഫിക് എപ്പിത്തറ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ പാന്തേറ ലിയോ. പാന്തേറ എന്ന് പറയുന്നത് ലിയോ ആൻഡ് ടൈഗ്രിസ് എന്ന് കേട്ടിട്ടുണ്ടോ? പാന്തേറ എന്ന് പറയുന്നത് ഒരു ജീനസ് നെയിമാണ്. അതിന് ഡിഫറെൻറ്റ് സ്പെസിഫിക് എപ്പിത്തറ്റ്സ് ഉണ്ട്, അതായത് സ്പീഷ്യസ് നെയിം ഉണ്ട്. ലിയോ ഉണ്ട്, അതുപോലെ തന്നെ ടൈഗ്രിസ് ഉണ്ട്. ടൈഗ്രിസ് എന്ന് പറയുന്നത് ടൈഗേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ്, ലിയോ എന്ന് പറയുന്നത് ലയൺസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ജീനസിന് ഒരുപാട് സ്പെസിഫിക് എപ്പിത്തറ്റ് ഉണ്ട്. വേറെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സൊളാനം, അതായത് പൊട്ടാറ്റോ. സോ സൊളാനം എന്ന് പറയുന്നത് സൊളാനം നൈഗ്ര ഉണ്ട്, സൊളാനം ട്യൂബറോസം ദാറ്റ് ഈസ് പൊട്ടാറ്റോ ഉണ്ട്, ആൻഡ് സൊളാനം മെലോഞ്ചിന അതായത് ബ്രിഞ്ചാളിൻ്റെ ഫാമിലിനെയാണ് സൊളാനം മെലോഞ്ചിന എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീനസിന് തന്നെ ഒരുപാട് സ്പെസിഫിക് എപ്പിത്തറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആ സെൻറ്റൻസ് പറയുന്നത്, ഈച്ച് ജീനസ് ഹാവ് വൺ ഓർ മോർ ദാൻ സ്പെസിഫിക് എപ്പിത്തറ്റ്. ഓക്കെ, ബട്ട് ഹാവിങ് എ മോർഫോളജിക്കൽ സിമിലാരിറ്റീസ്, പക്ഷേ മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് സെയിം ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പാന്തേറ ഹാസ് അനദർ സ്പെസിഫിക് എപ്പിത്തറ്റ് ദാറ്റ് ഈസ് ടൈഗ്രിസ് ആൻഡ് സൊളാനം ഇൻക്ലൂഡ്സ് എ സ്പീഷീസ് ലൈക്ക് നൈഗ്രം ആൻഡ് മെലോജന. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹ്യൂമൻ ബീങ്സ് ബിലോങ് ടു ദ സ്പീഷീസ് സാപ്പിയൻസ് വിച്ച് ഇസ് ഗ്രൂപ്പ്ഡ് ഇൻ ദ ജീനസ് ഹോമോ. ദ സയൻറ്റിഫിക് നെയിം ഫോർ ഹ്യൂമൻ ബീങ്സ് ഇസ് ഹോമോ സാപ്പിയൻസ്. ശരിക്കും ഹോമോ സാപ്പിയൻസ് എന്നല്ല, ഹ്യൂമൻ ബീങ്സ് സയൻറ്റിഫിക് നെയിം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വെൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഹോമോ സാപ്പിയൻസ് ആൻഡ് സാപ്പിയൻസ് ആണ് കേട്ടോ. So moving on to the next part, that is genus. So നമുക്ക് ജീനസ് ഒന്ന് നോക്കാം. Genus comprises a group of related species which have more characters in common in comparison to that of species. സോ സ്പീഷ്യസ് നോക്കി, അതുപോലെ തന്നെ ജനറേഷൻ ജീനസിലേക്ക് എത്തി. ജീനസിനകത്ത് കുറച്ച് റിലേറ്റഡ് സ്പീഷ്യസിനകത്ത് കുറച്ചും കൂടെ മോർ ക്യാരക്ടേഴ്സ് കോമൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ വി ക്യാൻ സേ ദാറ്റ് ദ ജനറ ആർ ദ അഗ്രിഗേറ്റ്സ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷ്യസ്. സോ ജനറ എന്ന് പറയുന്നത് സ്പീഷ്യസിൻ്റെ ഒരുപാട് സ്പീഷ്യസ് കൂടിയിട്ടാണ് ജനറ ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പൊട്ടാറ്റോ ആൻഡ് ബ്രിഞ്ചാൾ ആർ ഓഫ് 2 different സ്പീഷ്യസ് ബട്ട് ബിലോങ് ടു ദ ജീനസ് സൊളാനം. നമുക്കറിയാം പൊട്ടാറ്റോവും അതുപോലെ തന്നെ ബ്രിഞ്ചാൾ. പൊട്ടാറ്റോ എന്ന് പറയുമ്പോൾ സൊളാനം ട്യൂബറോസം, ബ്രിഞ്ചാൾ എന്ന് പറയുമ്പോൾ സൊളാനം മെലോഞ്ചിന. അതായത് ഇതിന് രണ്ടിനും ഒരു ജീനസ് ആണ്, അതായത് സൊളാനം എന്നാണ്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ക്ലോസ്ലി റിലേറ്റഡ് കാറ്റഗറീസ് ഉണ്ട്. സോ ജീനസ് എന്ന് പറയുന്നത് സ്പീഷ്യസിൻ്റെ ക്ലോസ്ലി റിലേറ്റഡ് അഗ്രിഗേറ്റ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ബട്ട് ബോത്ത് ബിലോങ് ടു സൊളാനം. ഓക്കെ, ലയൺ ദാറ്റ് ഈസ് പാന്തറ ലിയോ, ലെപ്പേർഡ് ദാറ്റ് ഈസ് പാന്തറ പാർഡസ് ആൻഡ് ടൈഗർ പാന്തറ ടൈഗ്രിസ് വിത്ത് സെവറൽ കോമൺ ഫീച്ചേഴ്സ് ആർ ഓൾ സ്പീഷ്യസ് ഓഫ് ജീനസ് പാന്തറ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജീനസ് ഏതാണ്? പാന്തറയാണ്. ദിസ് ജീനസ് ഡിഫേഴ്സ് ഫ്രം അനദർ ജീനസ് ദാറ്റ് ഈസ് ഫെലീസ് വിച്ച് ഇൻക്ലൂഡ്സ് ദ കാറ്റ്സ്. സോ പാന്തറയും അതുപോലെ തന്നെ ഫെലീസ് എന്ന് പറയുന്നത് കാറ്റിൻ്റെ ജീനസ് ആണ്. ഇത് തമ്മിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ട്. സോ ഇതിൻ്റെ ഈ പാന്തേറിനകത്ത് വരുന്ന ഓരോ സ്പീഷ്യസിനും സിമിലർ ക്യാരക്ടേഴ്സ് ആയിരിക്കും, ഫെലിസിനകത്ത് വരുന്ന ഓരോ സ്പീഷ്യസിനും സിമിലർ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ജീനസ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, ദാറ്റ് ഈസ് ദ ഫാമിലി. ഫാമിലി എന്താണെന്ന് നോക്കാം.
The next category, that is a family, has a group of related genera with a still less number of similarities as common to that as compared to that of genus and species. So species കഴിഞ്ഞു, genus കഴിഞ്ഞു, so moving on to family ആണ്. ഫാമിലിനകത്ത് എന്ന് വെച്ചാൽ കുറേ ജെനസ് കൂടിയിട്ടാണ് നമ്മൾ ഫാമിലി ഫോം ചെയ്യുന്നത്. ഫാമിലിനകത്ത് കുറച്ചും കൂടി ലെസ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, സിമിലാരിറ്റീസ് ആയിരിക്കും കോമൺ, കാരണം കുറച്ച് കുറവായിരിക്കും കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ജീനസ് ആൻഡ് സ്പീഷീസ്. ഓക്കെ, families are categorized on the basis of both vegetative and reproductive features of the plant species. So plant സ്പീഷീസിൻ്റെ അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് വെജിറ്റേറ്റീവ് ഫീച്ചേഴ്സും ബേസ്ഡ് ചെയ്തിട്ട് നമ്മൾ ഫാമിലിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ 3 ഡിഫറെൻറ്റ് ജനറ, അതായത് സൊളാന ഉണ്ട്, പെറ്റൂണിയ ഉണ്ട്, ഡെറ്റ്യൂറ ഉണ്ട്, ആർ പ്ലേസ്ഡ് ഇൻ ദ ഫാമിലി സൊളനേസിയ. അപ്പോൾ സൊളനേസിയയിലാണ് എന്തുള്ളത്, ഡെറ്റ്യൂറ, അതുപോലെ തന്നെ സൊളാനം, അതുപോലെ തന്നെ പെറ്റൂണിയ ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ആനിമൽസിലെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പാന്തേറയാണ്. പാന്തേറ എന്ന് പറയുമ്പോൾ പാന്തേറിനകത്ത് എന്തൊക്കെയുണ്ട്, ലയൺ ഉണ്ട്, ടൈഗർ ഉണ്ട്, അതുപോലെ തന്നെ ലെപ്പേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വിത്ത് ജീനസ്. ഫെലിസിനകത്ത് ക്യാറ്റ്സ് ഉണ്ട് വിച്ച് ഈസ് ഇൻ ദ ഫാമിലി ഫെലിഡ. ഓക്കെ, സിമിലർലി ഇഫ് യു ഒബ്സർവ് ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാറ്റ് ആൻഡ് ഡോഗ്, ഇപ്പോൾ ക്യാറ്റിൻ്റെ ഡോഗിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് ആസ് വെൽ ആസ് കുറച്ച് ഡിസിമിലാരിറ്റീസും ഉണ്ട്. ദേ ആർ സെപ്പറേറ്റഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഫാമിലീസ്, ദറ്റ് ഈസ് ഫെലിഡ ആൻഡ് കാനിഡ. അതുകൊണ്ട് ഈ ഡിഫറൻസ് കാരണം അവർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഫെലിഡ ആൻഡ് കാനിഡയാണ് അവരുടെ ഫാമിലി. സോ നമ്മൾ ഓരോ ടാക്സോൺ കഴിയുമ്പോൾ, അതായത് സ്പീഷീസ് കഴിഞ്ഞു, അതുപോലെ തന്നെ ജീനസ് കഴിഞ്ഞു, അതുപോലെ തന്നെ ഫാമിലി കഴിഞ്ഞു, അപ്പോൾ ഓരോന്നിലേക്കും ഹയർ കാറ്റഗറീസിലേക്ക് എത്തുമ്പോൾ ക്യാരക്ടേഴ്സ് കോമൺ ആയിട്ടുള്ളത് കുറവായിരിക്കും. സോ പിന്നെ ജീനസ് എന്ന് പറയുന്നത് സ്പീഷീസിൻ്റെ അഗ്രിഗേറ്റ്സ് ആണ്, അതുപോലെ തന്നെ ഫാമിലി എന്ന് പറയുന്നത് ജീനസിൻ്റെ അഗ്രിഗേറ്റ്സ് ആണ്. അപ്പോൾ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പേജ്. സോ മൂവിങ് ഓൺ ടു ഓർഡർ. സോ ഓർഡർ എന്ന് വെച്ചാൽ ഓർഡർ ബീങ് എ ഹയർ കാറ്റഗറി. സോ ഒരുപാട് ഫാമിലി ചേർത്തിട്ടാണ് ഓർഡർ ഫോം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ബീങ് എ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബീങ് എ ഹയർ കാറ്റഗറി, ഇറ്റ് ഈസ് എൻ അസംബ്ലേജ് ഓഫ് ഫാമിലീസ് വിച്ച് എക്സിബിറ്റ്സ് എ ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നത് ക്യാരക്ടേഴ്സ് കുറഞ്ഞു വരും. അതുകൊണ്ട് ഇതെല്ലാം താഴെ നിന്ന് മുകളിലത്തിൻ്റെ ഒക്കെ അഗ്രിഗേറ്റ് ആയിരിക്കും. സോ ജീനസ് എന്ന് പറയുന്നത് സ്പീഷീസിനെ പറഞ്ഞു, ഫാമിലി ജീനസിൻ്റെ അഗ്രിഗേറ്റ് ആണ്. ഓർഡർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ അഗ്രിഗേറ്റ് ഓഫ് അല്ലെങ്കിൽ അസംബ്ലേജ് ഓഫ് ഫാമിലീസ് ആണ്. അതുകൊണ്ട് കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ കോമൺ ആയിട്ടുണ്ടാവുള്ളൂ. ദ സിമിലർ ക്യാരക്ടേഴ്സ് ആർ ലെസ് ഇൻ നമ്പർ ആസ് കമ്പയർഡ് ടു ഡിഫറെൻറ്റ് ജെൻഡർ ഇൻക്ലൂഡിങ് ഇൻ ദ ഫാമിലി. സോ വേറെ ജെൻഡർ നോക്കുകയാണെങ്കിൽ സിമിലർ ക്യാരക്ടേഴ്സ് കുറവായിരിക്കും. ദ പ്ലാന്റ് ഫാമിലീസ് ലൈക്ക് ഏതൊക്കെയാണ് പ്ലാന്റ് ഫാമിലീസ്, അതായത് കൺവുലുബുലേസിയെ അതുപോലെ തന്നെ സൊളനേസിയ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓർഡർ പോളിനോമിയൽ. സോ ഓർഡർ ഏതാണ് അവരുടെ ഈ കൺവോൾവുലേസിയ അതുപോലെ തന്നെ സൊളനേസിയൻ്റെ ഒക്കെ ഓർഡർ എന്ന് പറയുന്നത് പോളിനോമിയൽസ് ആണ്. അപ്പോൾ ഈ പോളിനോമിയൽസ് ആയിട്ട് ഇവരെ കാറ്റഗറൈസ് ചെയ്യാൻ കാരണം അവരുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് കാരണമാണ് ഈ സൊളനേസിയും അതുപോലെ തന്നെ കൺവോൾവുലേസിയയും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറൽ ക്യാരക്ടേഴ്സിനെ ബേസ്ഡ് ചെയ്തിട്ട്. ദ ആനിമൽ ഓർഡർ, അതായത് കാർണിവോറ ഇൻക്ലൂഡ്സ് ദ ഫാമിലീസ് ലൈക്ക് ഫെലിഡ ആൻഡ് കാനിഡയൊക്കെ, അതായത് കാറ്റിൻ്റെയും ഡോഗിൻ്റെയൊക്കെ ഫാമിലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓർഡറാണ് എന്ത് പറയുന്നത്, കാർണിവോറ എന്നുള്ള ഓർഡർ. സോ ഇങ്ങനെയാണ് കാറ്റഗറീസൊക്കെ പോകുന്നത്. സോ നെക്സ്റ്റ് ഇസ് ദ ക്ലാസ് എന്ന് പറയുന്നത് ദിസ് കാറ്റഗറി ഇൻക്ലൂഡഡ് റിലേറ്റഡ് ഓർഡർ. സോ മുകളിലേക്ക് എത്തി. അപ്പോൾ എന്താ ക്ലാസ്സിൻ്റെ കാറ്റഗറിയിനകത്ത് എന്താ ഉള്ളത്, റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സാണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് അതായത് ഓർഡർ പ്രൈമേറ്റ് അതിന് ഓർഡറാണ്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് മങ്കി, ഗൊറില്ല, ഗിബ്ബൺ ആർ പ്ലേസ്ഡ് ഇൻ ദ ക്ലാസ് മമീലിയ. അപ്പോൾ ഇതൊക്കെ മാമൽസ് ആണ്. ആൻഡ് അലോങ് വിത്ത് ദ ഓർഡർ കാർണിവോർ. അപ്പോൾ ഒരുപാട് ഓർഡേഴ്സാണ് കാർണിവോറയും അതുപോലെ തന്നെ ഈ പ്രൈമേറ്റൊക്കെ എന്താണ് കുറേ ഓർഡേഴ്സാണ്. ആ ഓർഡേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മമേലിയ പറഞ്ഞിട്ടുള്ള ഫാമിലിനകത്ത് ക്ലാസ്സിനകത്താണ്. സോ മൂവിങ് ഓൺ ടു ദ വേറെ ആനിമൽസ് ആയിട്ടുള്ള ടൈഗേഴ്സും ക്യാറ്റും ഡോഗൊക്കെ ഈ മമേലിയ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് മമേലിയ ഹാസ് അതർ ഓർഡേഴ്സ് ഓൾസോ, മെനി ഓർഡേഴ്സ് ഉണ്ട്. സോ ഒരുപാട് ഓർഡേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഈ ക്ലാസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് ദാറ്റ് ഫൈലമാണ്. ഫൈലം എന്ന് പറയുമ്പോൾ ദ ക്ലാസ് ഇസ് കംപ്രൈസിങ് ആനിമൽസ് ലൈക്ക് ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് അലോങ് വിത്ത് മാമ്മൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ നെക്സ്റ്റ് ഹയർ കാറ്റഗറി ദാറ്റ് ഈസ് നോൺ ആസ് ഫൈലം. സോ ഒരുപാട് ക്ലാസ്സും ഒക്കെ ഫോം ചെയ്തിട്ടാണ്, അതായത് ഫിഷസിൻ്റെയും ആംഫിബിയസിൻ്റെയും റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിൻ്റെ ഒക്കെ ക്ലാസ്സൊക്കെ ഫോം ചെയ്തിട്ടാണ് എന്തുണ്ടായത്, ഒരു ഫൈലം അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഉണ്ടായത്. സോ ഓൾ ഓഫ് ദീസ് ഈസ് ബേസ്ഡ് ഓൺ കോമൺ ഫീച്ചേഴ്സ് ലൈക്ക് പ്രസൻസ് ഓഫ് നോട്ടോകോഡ് ആൻഡ് ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫൈലം കോർഡാറ്റ. സോ ഒരു ഫൈലത്തിൻ്റെ എക്സാമ്പിളാണ് കോർഡാറ്റ. കോർഡാറ്റയിലത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് നോക്കുകയെന്ന് വെച്ചാൽ പ്രസൻസ് ഓഫ് നോട്ടോകോഡിൻ്റെ പ്രസൻസും അതുപോലെ തന്നെ ഡോർസലായിട്ട് ഹോളോ ന്യൂറൽ സിസ്റ്റം ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ദീസ് ആർ ദ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഫൈലം ഇൻ ദ
ഫൈലം കോർഡാറ്റ. അപ്പോൾ അതാണ് ഇതിൽ ക്യാരക്ടേഴ്സ്. ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് ദ ക്ലാസ്സസ് വിത്ത് ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ് ആർ അസൈൻഡ് ടു ബി ഹയർ കാറ്റഗറി നോൺ ആസ് ഡിവിഷൻ. സോ ഫൈലം എന്ന് പറയുന്നത് നമ്മൾ ആനിമൽസിലാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ആനിമൽസിലാണ് പറയുന്നത് കാറ്റഗറി ആയിട്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സിനകത്താണെങ്കിൽ അതെന്ന് പറയുമ്പോൾ ഡിവിഷൻ എന്നാണ് പറയുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഹയർ കാറ്റഗറി. അതായത് ഫൈനലി വി ഹാവ് റീച്ച്ഡ് ടു കിങ്ഡം എത്തി. കിങ്ഡത്തിനകത്ത് എന്താ പറയുന്നത് നോക്കാം. All animals belonging to various phyla are assigned to the highest category, that is known as kingdom animae. സോ ഒരുപാട് ഫൈലം കൂടി ചേർന്നിട്ടാണ് കിങ്ഡം ഉണ്ടായിട്ടുള്ളത്. സോ എക്സാമ്പിളാണ്, ഒരുപാട് വേരിയസ് ഫൈലം കൂടി ചേർത്തിട്ടാണ് കിങ്ഡം ആനിമലെ ഫോം ചെയ്തിട്ടെന്നാണ് പറയുന്നത്. സോ കിങ്ഡം പ്ലാന്റിനകത്തുണ്ട് ഒരുപാട് വേറെ കാറ്റഗറീസും. പിന്നെ വേറെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്, ഹൈലൈറ്റഡ് ആണ്. അതായത് ഹയർ ഫ്രം ദ സ്പീഷ്യസ് ടു കിങ്ഡം ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. സോ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് കോമൺ ആയിട്ടുള്ള സ്പീഷ്യസ് ആണ്. സോ ഹയർ ഫ്രം ദി സ്പീഷ്യസ് ടു കിങ്ഡം. സോ സ്പീഷ്യസ് നിന്ന് കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ ദ മോസ്റ്റ് കോമൺ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, കുറഞ്ഞുകൊണ്ടേയിരിക്കുക. സ്പീഷ്യസിനാണ് കൂടുതൽ, അപ്പോൾ കിങ്ഡം എത്തുന്നവരേക്കും ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സോ വെരി ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. ഹയർ ഫ്രം ദ സ്പീഷ്യസ് ടു കിങ്ഡം ദ നമ്പർ ഓഫ് characters goes on decreasing. So lower the taxa, more the characters that the members within the taxon share. So ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ലോവർ ദ ടാക്സ, അതായത് ഏറ്റവും ചെറിയ ടാക്സ, സ്പീഷീസിലാണല്ലോ ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് കോമൺ ആയിട്ടുള്ളത്. അതാണ് പറയുന്നത് ലോവർ ദി ടാക്സ മോർ ദി ക്യാരക്ടേഴ്സ് ദാറ്റ് ദ മെമ്പേഴ്സ് വിത്തിൻ ദ ടാക്സോൺ ഷെയർ. ഓക്കെ, hopefully you understood. Next sentence very important sentence ആണ്. Higher the category, greater the difficulty of determining the relationship to the with the other taxa at the same level, hence the problem of classification becomes more complex. So higher the category, the classification is getting complex. So higher the category ആകുമ്പോൾ സിമിലർ ക്യാരക്ടേഴ്സ് കുറവായിരിക്കും. സോ സിമിലർ ക്യാരക്ടേഴ്സ് കുറഞ്ഞ എന്താ സംഭവിക്കുക, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ടു അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ്. സോ അതുകൊണ്ട് തന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വളരെ കോംപ്ലക്സ് ആണ്. സോ ഇതാണ് ഇതിന് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്തായാലും പഠിച്ചപ്പെട്ടു. സോ ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ് സോങ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഓക്കെ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഇതെന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ടേബിളാണ്. ടേബിളിനകത്ത് ഒരുപാട് നെയിം, ജീനസ്, ഫാമിലി, ക്ലാസ്, ഓർഡർ, അതുപോലെ തന്നെ ഫൈലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹോമോസാപ്പിയൻസ്, ഹോമോ, ഹോമിനിഡേ, പ്രൈമാറ്റ, മാമേലിയ വിച്ച് ഇൻക്ലൂഡ് ഇൻ ദ ഫൈലം കോർഡാറ്റ. ഇതുപോലെ തന്നെ ബാക്കി നോക്കുക. ഹൗസ് ഫ്ലൈൻ്റെ ഉണ്ട്, വാട്ടർ മാംഗോൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ബീച്ചിൻ്റെയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കണം. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, അതായത് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ്. സോ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. സോ വി വിൽ ബി ഡിസ്കസിങ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്തായാലും കാണണം. പാർട്ട് 1ഉം പാർട്ട് 2 എന്തായാലും കാണണം. ഭയങ്കര സിമ്പിളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.